കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച് സമസ്ത മേഖലയിലും ദുരിതം സമ്മാനിച്ച ഇടത് സർക്കാരിനെ താഴെ ഇറക്കാനായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലയോര മേഖലയിലെ കാട്ടുമൃഗശല്യവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയും ഉൾപ്പെടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ശാസ്ത്രീയമായി പരിഹാരം കാണാൻ UDFന് സാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിൻ്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത് ഈങ്ങാപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച് സമസ്ത മേഖലയിലും ദുരിതം സമ്മാനിച്ച ഇടത് സർക്കാരിനെ താഴെയിറക്കാനായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഓരോ മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്തുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ് കാണാനാവുന്നത്. അത് കേരളത്തിലുടനീളമുള്ള UDF തരംഗമാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിൻ്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത് ഈങ്ങാപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ തള്ളി നീക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കാൻ സമയമായി. നമുക്കറിയാം ഖജനാവിൽ എങ്ങനെ പണം നിറക്കാം എന്നുള്ളത്, നമുക്കറിയാം അതെങ്ങനെ ചെലവാക്കാം എന്ന്, ഞങ്ങൾക്കറിയാം എങ്ങനെ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങളിറങ്ങി നാട്ടുകാരെ പിടിക്കുമ്പോൾ അതെങ്ങനെ തടയാമെന്ന് ഞങ്ങൾക്കറിയാം. ഭരണം കയ്യിൽ വന്നാൽ ഞങ്ങൾ എനിക്ക് ഈ കോൺഫറൻസിലെ ഈ മണ്ഡലത്തിലെ ആളുകളോട് പറയാനുള്ളത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരത്തെ ദിവസം കൂടി പറഞ്ഞ പോലെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വന്നാൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. മലയോര മേഖലയിലെ കാട്ടുമൃഗശല്യവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയും ഉൾപ്പെടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ശാസ്ത്രീയമായി പരിഹാരം കാണാൻ UDFന് സാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രവചിക്കുന്നത് ഈ തവണ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. പോയ 10 വർഷത്തെ ഭരണം കൊണ്ട് കാര്യമില്ല. ഈ മലയോര ജനതയുടെ ഒരു പ്രശ്നവും അവർ പരിഹരിച്ചിട്ടില്ല. നമുക്കറിയാം, ഉരുപിടിക്കലും ആന ഇറങ്ങലും ഒക്കെ നിത്യസംഭവങ്ങളായി മാറി. പണ്ട് എപ്പോഴെങ്കിലും കേട്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകേൾവില്ലാത്ത വിധം അതൊക്കെ നിത്യസംഭവങ്ങളായി മാറി. അതെന്തെല്ലാം ദുരന്തങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ഭരണം. ഈങ്ങാപ്പുഴ പാരീഷ് ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി CK കാസിമും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ഈങ്ങാപ്പുഴ അങ്ങാടിയിൽ നടന്ന സമാപന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു പൈക്കാട്ടിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ, നിയോജക മണ്ഡലം സെക്രട്ടറി PG മുഹമ്മദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ VK ഹുസൈൻകുട്ടി, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് യൂനുസ് പുത്തലത്ത്, PC മാത്യു, സന്തോഷ് മാളിയേക്കൽ, മേലയിടത്ത് അബ്ദുറഹിമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത്, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു താന്നിക്കാക്കുഴി, വൈസ് പ്രസിഡന്റ് നജുമുന്നീസ ഷെരീഫ്, ആയിഷക്കുട്ടി സുൽത്താൻ, CJ ആന്റണി, രാജേഷ് ജോസ്, KC മുഹമ്മദ് ഹാജി, ഷാഫി വളഞ്ഞപാറ തുടങ്ങിയവർ സംസാരിച്ചു. PK നൌഷിദ്, KC ഷിഹാബ്, PK അലി, ദീപു കണ്ണന്തറ, ഷഹീർ എരഞ്ഞോണ, PC നാസർ, PK അബ്ദുൽ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത കോടഞ്ചേരി.